ഹായ്, ഞാൻ പ്രിസ. നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്? ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളെ വേണ്ടപ്പെട്ട ആളെ കാണുന്നു, സംസാരിക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. എന്തിനു വേണമെങ്കിൽ പറയാം, നമ്മുടെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്നവരോ ആരെങ്കിലും ആയിട്ട് പറഞ്ഞിട്ട് തന്നെ നമുക്കറിയാൻ മതിയാവും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ. അതുപോലെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ്. അതെ, എനിക്കുണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ്. എന്നെ അറിയുന്നവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് ആ ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ആളുടെ വീട് വരുന്നത് എറണാകുളമാണ്. ആൾ അവിടുത്തെ ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ കാലിക്കറ്റ്. എൻ്റെ കൊളീഗ് വഴിയാണ് ആളോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അങ്ങോട്ട് അപ്ഡേറ്റ്സ് കൊടുക്കണം, അവിടുന്ന് ഇങ്ങോട്ട് അപ്ഡേറ്റ്സ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ആൾ എന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. വിളിച്ച സമയത്ത് എറണാകുളമാണല്ലോ, ലാംഗ്വേജിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അവൾ പറയുന്നതൊക്കെ അവൾ ഭയങ്കര ദേഷ്യത്തിൽ എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അവൾക്ക് അങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകുക. ഫോൺ വെച്ചത് ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റാഫിനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൊളീഗിനോട് ഞാൻ പറഞ്ഞു, ഇവളെന്തൊരു പെണ്ണാണ് ഇത്, പറയുന്നതൊന്നും കേൾക്കുന്നില്ല, എന്നെ പറയാനും സമ്മതിക്കുന്നില്ല, എന്നാൽ അവൾക്കറിയുന്ന കാര്യം എനിക്ക് പറഞ്ഞു തരുന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രോ എൻ്റെ കൊളീഗിന് കൊടുക്കുന്നത് അവളെ പറ്റിയിട്ട്. അങ്ങനെ അന്നത്തെ ഡേ പോയി ഞാൻ കോൾ വെച്ചു. രണ്ടാമത്തെ ദിവസമായി, അയ്യോ ഇവളെ ഇനി വിളിക്കണമല്ലോ, എന്ത് സംസാരിക്കും, ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ പോയി. നമ്മൾ ഡെയിലി കോണ്ടാക്ട് ചെയ്ത് അപ്ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറും ചോദിക്കാറൊക്കെയായി. എന്നാലും എവിടെയോ ഞാനങ്ങനെ കംപ്ലീറ്റ്ലി അവളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഈവനിങ് ഞാൻ എൻ്റെ വർക്ക് കഴിയാഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് പെൻഡിങ് വർക്ക് തീർക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് ഫോൺ യൂസ് ചെയ്ത് അവളുടെ ചാറ്റിലായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ്സ് ഉള്ളത്. അപ്പം ഞാൻ ആ ചാറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവളുടെ ചാറ്റിൽ ഞാൻ അവളോട് ചോദിച്ച എല്ലാ അപ്ഡേറ്റ്സിനും അവൾ എനിക്ക് അപ്പം റിപ്ലൈ തന്നിട്ടുണ്ട്. പക്ഷേ അവൾ ചോദിച്ച മെസ്സേജസിന് ഞാൻ വല്ലപ്പോഴാണ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കിയ സമയത്ത് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാനങ്ങനെ ഒരാളെ ഇഗ്നോർ ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഞാനെന്തോ വർക്കിൻ്റെ ആ ഒരു ടൈമിലാണോ എന്താ അറിയില്ല, വിട്ടുപോയി റിപ്ലൈ ഒക്കെ കൊടുക്കാനായിട്ട്. അതെനിക്ക് വല്ലാതെ ഹേർട്ടായി. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ എത്തിയപാടെ അവളെ കോണ്ടാക്ട് ചെയ്തു. നമുക്ക് അപ്ഡേറ്റ്സ് എടുക്കണ്ടേ, നീ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേത്തെ ദിവസം നമ്മൾ കോണ്ടാക്ട് ചെയ്തു, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. പോകെ ഗ്രാജുവലി എനിക്ക് അവളോടും ഭയങ്കര കണക്ഷൻ ഉണ്ടായി. ഞാൻ എന്ത് കാര്യവും അവളെ കോണ്ടാക്ട് ചെയ്ത് പറയും, അവൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്ത് പറയും. ഇനിയിപ്പം അവൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും, പ്രിജ നീ ഫ്രീ ആണോ എന്നൊരു മെസ്സേജ് എനിക്ക് അയക്കും. അവളുടെ ആ ഒരു മെസ്സേജ് കണ്ടാൽ എനിക്കറിയാം അവൾക്ക് എന്തോ എന്നോട് കാര്യമായിട്ട് പറയാനുണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ ഫോൺ എടുക്കും. എത്ര തിരക്കിലാണെങ്കിലും ഞാൻ കോൾ എടുത്തിട്ട് സംസാരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്കെന്ന് ചോദിക്കും. അപ്പം ആൾ തുടങ്ങും, എനിക്ക് ഇങ്ങനെയുണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. 1 year ആവാനായി നമ്മളിപ്പം കോണ്ടാക്ട് ഉണ്ടായിട്ട്. പക്ഷെ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം ആളുടെ മാരേജ് വരുന്നുണ്ട്, അന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ആളുടെ പേര് ഫാബിയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ സ്റ്റോറി തുടങ്ങിപ്പോയ ആവേശത്തിൽ ആളെ പേര് പറയാൻ വിട്ടുപോയി. ആളുടെ പേര് ഫാബിയ എന്നാണ്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് ഓർമ്മ വരുവാണെങ്കിൽ കമൻസിൽ അവരെ മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല, അവർക്ക് പോയിട്ടൊരു മെസ്സേജ് അയക്കാം. ചിലപ്പം അവർക്ക് നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് ഒരുപാട് സന്തോഷം തരും. എനിക്ക് അങ്ങനെയാണ് ഇപ്പം ഫാബി ഒരു ദിവസം ലീവാണെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യും, തിരിച്ച് ഞാനൊരു ദിവസം ലീവാണെന്നാണെങ്കിൽ അവളെയും ഇൻഫോം ചെയ്യും. എന്തെങ്കിലും കാരണവശാലും ഞങ്ങൾ 2 പേരും മെസ്സേജ് അയക്കാൻ ലേറ്റ് ആയി എന്നാണെങ്കിൽ അപ്പം തന്നെ വിളിക്കും, നീ ഇന്ന് ലീവാണോ, എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഈ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അടുത്തെപ്പോഴും വേണം എന്ന് നിർബന്ധമില്ല. അതെനിക്ക് ഫാബിയയിലൂടെ മനസ്സിലായി. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൂടി ഞങ്ങൾ ഒരുപാട് കണക്റ്റഡാണ് ഇപ്പം. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് ഫാബിയ. തിരിച്ച് അവൾക്കും ഞാൻ അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. ഇനി ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോട്ടെ, നിങ്ങളുടെയും ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോട്ടെ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.